ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുന്ന കേരളത്തിലെ വിദഗ്ധരുടെ അമ്പരപ്പും ആശ്വാസവും വിശകലനം ചെയ്ത് കേരളത്തിലെ ഒരു വ്യവസായ സംരംഭകൻ ബ്രിജിത്ത് കൃഷ്ണ കേരളത്തിൽ തൻ്റെ സംരംഭം വിജയിക്കാൻ കാരണം കേന്ദ്ര സർക്കാരിൻ്റെ വികസന നയം മൂലമാണ് എന്നും ബീഹാറിൽ ജനതയ്ക്ക് തോന്നുന്ന മാറ്റത്തിനുള്ള വികാരം കേരളത്തിൽ തോന്നാത്തത് എന്താണ് എന്നും ബ്രിജിത്ത് കൃഷ്ണ ചോദിക്കുകയാണ്. തൻ്റെ വ്യവസായ സംരംഭം വിശദീകരിച്ച് അതിൽ ജോലി ചെയ്യുന്നവരിൽ അധികവും ഇടതുപക്ഷ പ്രവർത്തകരോ പാർട്ടി അംഗങ്ങളോ ആണ് എന്നും അവർക്കും പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ സംരംഭക സഹായ സംവിധാനത്തെ പിന്തുണയ്ക്കാൻ മനസ്സ് വന്നേക്കില്ല എന്നും ബ്രിജിത്ത് വിശകലനം ചെയ്യുന്നുണ്ട്. കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സിന് വന്നുകൂടിയിരിക്കുന്നതോ വരുത്തി വെച്ചിരിക്കുന്നതോ ആയ വിചിത്ര സ്ഥിതിയെന്നാണ് ബ്രിജിത്ത് വിശകലനം ചെയ്യുന്നത്. ബ്രിജിത്ത് ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് ഇങ്ങനെയാണ്: ബീഹാറിലെ BJPയുടെ വിജയത്തെ വിലയിരുത്തുമ്പോൾ എന്തുകൊണ്ട് ഇത്രയും ഏകപക്ഷീയമായ വിജയം BJPക്ക് ഉണ്ടാകുന്നു എന്നുള്ള അമ്പരപ്പാണ് ചിലർക്ക്. ഇതൊന്നും കേരളത്തിൽ ഇത് പ്രതിഫലിക്കില്ല എന്ന തരത്തിലുള്ള ആശ്വാസമാണ് ചില വിദഗ്ധർക്ക്. ശരിയാണ്, എന്താണ് ഈ അമ്പരപ്പിനും ആശ്വാസത്തിനും കാരണം? ഞാനിപ്പോൾ നടത്തുന്ന ഭക്ഷ്യ സംസ്കരണ സംരംഭത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. 2022 രാഷ്ട്രീയ കൃഷി വികാസ് യോജന എന്ന പദ്ധതികളുമായി ബന്ധപ്പെട്ട് മുളപ്പിച്ച കശുവണ്ടിയുടെ മൂല്യവർധന നടത്തുവാനായി കേന്ദ്ര സർക്കാരിൻ്റെ ഗ്രാൻഡ് കിട്ടി. തിരിച്ചടക്കേണ്ടതായിട്ടില്ലാത്ത ഗ്രാൻഡായ 25 ലക്ഷം രൂപ കേന്ദ്ര സർക്കാരിൽ നിന്നും കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വഴി ലഭിക്കുകയും തുടർന്ന് ഞാനൊരു കാർഷിക സംരംഭകനായതും നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാമല്ലോ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പരിപാടിയായ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ യാതൊരുവിധ ഈടുമില്ലാതെ 2 വർഷത്തെ മൊറട്ടോറിയത്തിനോടൊപ്പം സൗജന്യ പലിശ നിരക്കും കൂടി 1,87 ലക്ഷം രൂപ എനിക്ക് ലോൺ ലഭ്യമായി. തുടർന്ന് ലോക നിലവാരത്തിലുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഭക്ഷ്യ സംസ്കരണ സംരംഭം സ്ഥാപിച്ചു. ഈ സ്ഥാപനത്തിൽ നേരിട്ട് തന്നെ 18ഓളം പേർ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. അതിൽ 14 സ്ത്രീകളും ഞാൻ ഉൾപ്പെടെ 4 പുരുഷന്മാരുമുണ്ട്. ജോലിക്കാരിൽ ഭൂരിപക്ഷം പേരും മറ്റു ജോലികളൊന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്ന വനിതകളായിരുന്നു. അതായത് അവർക്കൊരു പുതിയ അവസരമായിരുന്നു. മിക്കവാറും എല്ലാവർക്കും തന്നെ വ്യക്തമായ രാഷ്ട്രീയ ബോധ്യമുള്ളവരാണ്. നേരിട്ട് അല്ലാതെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വേറെയും വ്യക്തികളും സ്ഥാപനങ്ങളും ധാരാളം കർഷകരും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഗുണഭോക്താക്കളാണ്. ഇവർക്കെല്ലാം തന്നെ സാമ്പത്തിക അഭിവൃദ്ധിയും എൻ്റെ സ്ഥാപനം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ നിർമ്മാണ ഘട്ടം മുതൽ ഇപ്പോഴും പലതരത്തിലുള്ള തൊഴിൽ മേഖലയിലുള്ളവർ നിരന്തരം പല ആവശ്യങ്ങൾക്കുമായി ബന്ധപ്പെടുന്നുണ്ട്. മിഷനറി, കെട്ടിട നിർമ്മാണ മേഖല, ചരക്ക് കൈകാര്യവും കൈമാറ്റവും, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ, അസംസ്കൃത വസ്തുക്കൾ, പാക്കിംഗ് സാധനങ്ങൾ തുടങ്ങി മറ്റു പല സർവീസുകളുമായിട്ട് ദിവസവും പലരും ബന്ധപ്പെടുന്നുണ്ട്. എൻ്റെ സ്ഥാപനവുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെടുന്ന ഗുണഭോക്താക്കൾ 99% വ്യക്തികളും BJP ഇതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുള്ളവരാണ്. ഞാൻ ഇത്തരമൊരു സംരംഭം തുടങ്ങാനുള്ളതും മുന്നോട്ട് പോകാനുള്ളതും കാരണം കേന്ദ്ര സർക്കാരിൻ്റെ വികസന നയമാണ്. യൂറോപ്പിലേക്കുള്ള ഭക്ഷ്യസാധനങ്ങളുടെ കയറ്റുമതി തീരുവ ഒഴിവാക്കിയതും GST കുത്തനെ കുറച്ചതും സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഊർജ്ജമായി. കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിൽ നേരിട്ട് ഗുണഭോക്താക്കളായ ഒരു വ്യക്തി പോലും അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന പദ്ധതിയുടെ പേരിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ കേരളത്തിന് തയ്യാറാവുകയില്ല. എന്നാൽ രാഷ്ട്രീയ സാക്ഷരത കുറവുണ്ട് എന്ന് പ്രബുദ്ധരായ നമ്മൾ അധിക്ഷേപിക്കുന്ന വടക്കേ ഇന്ത്യയിൽ ഇത്തരത്തിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങൾ അത് വോട്ടായിട്ട് മാറും. എൻ്റെ സ്ഥാപനത്തിൽ 1-2 പേരുടെ രാഷ്ട്രീയം എനിക്ക് പിടിയില്ല. മറ്റ് 2 പേർ കോൺഗ്രസ്സുകാരാണ്. ബാക്കി എല്ലാവരും CPM സഹയാത്രികരോ പാർട്ടി മെമ്പർ വരെയാണ്. 5 അക്ക ശമ്പളം വാങ്ങാത്ത ഒരൊറ്റ സ്റ്റാഫും സ്ഥാപനത്തിലില്ല. എനിക്ക് വോട്ടുള്ള വാർഡിൽ തന്നെ വോട്ടർമാരായ ആൾക്കാരാണ് മിക്കവാറും. ഞാൻ സ്ഥാനാർത്ഥിയായാൽ എനിക്ക് ഇവരുടെ വോട്ടുകൾ സമാഹരിക്കാൻ സാധിക്കില്ല. പിന്നെയല്ലേ BJPക്ക്? അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഭാരതത്തിലെ തെരഞ്ഞെടുപ്പിൽ ഓരോ സംസ്ഥാനവും അവരവരുടെ രാഷ്ട്രീയ സാക്ഷരത തെളിയിച്ചവരാണ്. കേരളം ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ ആദ്യം ഉന്നയിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം. അടുത്ത ചോദ്യത്തിന് ഉത്തരമാണ് വിവേകാനന്ദ സ്വാമികൾ കേരളത്തെ നോക്കി പറഞ്ഞത്: സംഘടിത ജാതിമത മാടമ്പിമാരുടെ ചട്ടുകമായ വിഭാഗങ്ങളും രാഷ്ട്രീയ അടിമത്തവും ജാതി വിവേചനവും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിൽക്കുകയും അത് സ്ഥാനാർത്ഥി നിർണയം മുതൽ വോട്ടിംഗ് വരെ പ്രതിഫലിക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥയിൽ നിന്ന് നാം ബീഹാറിനെ സമീപിച്ചാൽ BJPയുടെ വിജയങ്ങൾ നമുക്ക് ഒരിക്കലും ഉത്തരം കിട്ടാത്ത സമസ്യകളായിരിക്കും.